മലയാളികൾക്കിടയിൽ പ്രത്യേകിച്ച് ജിമ്മുകളിലും കായിക രംഗത്തും സജീവമായവർക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന ഡയറ്ററി സപ്ലിമെന്റ് ആണ് ക്രിയാറ്റിൻ. നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന അമിനോ ആസിഡുകളിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെടുന്ന ഒരു ഓർഗാനിക് സംയുക്തമാണിത്. റെഡ് മീറ്റ്, മത്സ്യം, കോഴിയിറച്ചി തുടങ്ങിയ ഭക്ഷണങ്ങളിൽ നിന്ന് ഇത് സ്വാഭാവികമായി ലഭിക്കുമെങ്കിലും കായികക്ഷമത വർദ്ധിപ്പിക്കാൻ പലരും ഇതിന്റെ പൗഡർ രൂപത്തിലുള്ള സപ്ലിമെന്റുകളെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ വിപണിയിൽ ജനപ്രീതി വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ കൃത്യമായ ശാസ്ത്രീയ ബോധ്യമില്ലാതെ ഇവ വാങ്ങി ഉപയോഗിക്കുന്നതിനെതിരെ കടുത്ത ആരോഗ്യ മുന്നറിയിപ്പുകളും ഉയർന്നു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ നാം കഴിക്കുന്ന ക്രിയാറ്റിൻ പേശികളിൽ ഫോസ്ഫോ ക്രിയാറ്റിൻ എന്ന രൂപത്തിലാണ് സംഭരിക്കപ്പെടുന്നത്. കഠിനമായ വ്യായാമ വേളകളിൽ കോശങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം അതിവേഗം പുനരുൽപാദിപ്പിക്കുകയാണ് ഇതിന്റെ പ്രധാന ചുമതല. എന്നാൽ വിപണിയിൽ ലഭിക്കുന്ന ഗുണനിലവാരമില്ലാത്ത വ്യാജ സപ്ലിമെന്റുകളും നിർദ്ദേശിക്കപ്പെട്ട അളവിൽ കൂടുതൽ അമിതമായി കഴിക്കുന്നതുമാണ് ഇവിടെ പ്രധാന വില്ലനാകുന്നത്. ക്രിയാറ്റിൻ പേശി കോശങ്ങളിലേക്ക് കൂടുതൽ വെള്ളം വലിച്ചെടുക്കുന്നതിനാൽ ശരീരഭാരത്തിൽ നേരിയ വർധനവുണ്ടാകാം. എന്നാൽ ആവശ്യത്തിന് വെള്ളം കുടിക്കാതെ ഈ സപ്ലിമെന്റ് അമിതമായി ശരീരത്തിൽ എത്തിയാൽ അത് ഗുരുതരമായ നിർജ്ജലീകരണത്തിലേക്കും പേശിവേദനകളിലേക്കും നയിക്കും. ഏറ്റവും പ്രധാനം, ഇത് നമ്മുടെ ആന്തരിക അവയവങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ്. ശരീരത്തിലെ ക്രിയാറ്റിൻ മെറ്റബോളിസത്തിന്റെ ഉപോൽപ്പന്നമായ ക്രിയാറ്റിനിൽ പുറന്തള്ളുന്നത് വൃക്കകളാണ്. മുൻപ് എന്തെങ്കിലും തരത്തിലുള്ള വൃക്കരോഗങ്ങളോ കല്ലുകളോ ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഇത് കഴിക്കുന്നത് അതീവ അപകടകരമാണ്. രക്തത്തിലെ ക്രിയാറ്റിൻ അളവ് പെട്ടെന്ന് ഉയരുന്നത് വൃക്കകളുടെ സുഗമമായ പ്രവർത്തനത്തെ ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ കൃത്യമായ അളവിലും ശാസ്ത്രീയമായ നിരീക്ഷണത്തിലും അല്ലാതെ ഇത്തരം സപ്ലിമെന്റുകൾ ശരീരത്തിൽ എത്തുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ആരോഗ്യത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. പൊതുജനങ്ങൾക്ക് തങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ എടുക്കാവുന്നതാണ്. ക്രിയാറ്റിൻ സപ്ലിമെന്റുകൾ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുൻപായി രക്തത്തിലെ സെറം, ക്രിയാറ്റിൻ, EGFR തുടങ്ങിയ വൃക്കകളുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്ന ലബോറട്ടറി ടെസ്റ്റുകൾ നിർബന്ധമായി ചെയ്യേണ്ടതുണ്ട്. കൂടാതെ ലേബലിൽ FSSAI അംഗീകാരമുള്ളതും വിശ്വസനീയമായ ബ്രാൻഡുകളിൽ നിന്നുള്ളതുമായ ഉൽപ്പന്നങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. വ്യായാമം ചെയ്യുന്ന ദിവസങ്ങളിൽ കുറഞ്ഞത് 3 മുതൽ 4 ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നതുമാണ് ഇതിന്റെ പാർശ്വഫലങ്ങളെ തടയാനുള്ള ഏക വഴി. നമ്മുടെ പേശീബലവും കായികക്ഷമതയും നിലനിർത്താൻ സപ്ലിമെന്റുകളെക്കാൾ മുൻഗണന നൽകേണ്ടത് സമീകൃതമായ ഭക്ഷണ രീതിക്കാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഫിറ്റ്നസ് സപ്ലിമെന്റുകൾക്ക് പിന്നിലെ യഥാർത്ഥ ശാസ്ത്രവും അപകട സാധ്യതകളും പൂർണ്ണമായി മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ശരീരത്തിന് പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് പിന്നാലെ പോകും മുമ്പ് ഈ സുപ്രധാന വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായും കാണുകയും നിങ്ങളുടെ ജിമ്മിൽ പോകുന്ന സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഇത് വേഗത്തിൽ ഷെയർ ചെയ്ത് അവരെ സുരക്ഷിതരാക്കുകയും ചെയ്യുക.